കർത്താവിൽ പ്രിയരെ, സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് പോലെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഈ പുതിയ പ്രഭാതം ദൈവത്തിൻ്റെ ദാനമാണല്ലോ. ഇന്നത്തെ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മറ്റൊരാളോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടില്ലാത്തവർ തീരെ ചുരുക്കമാണ്. സത്യത്തിൽ ഈ വാക്ക് പറയുന്നയാളിനും ഇത് കേൾക്കുന്നയാളിനും നല്ല ഒരു ദിവസമായതുകൊണ്ടാണോ അവർ അങ്ങനെ പറയുന്നത്? പലരുടെയും കാര്യത്തിൽ തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണ് മറുപടി. പിന്നെ ഒരു ഫോർമാലിറ്റി, അത് മാത്രമേ വാക്കുകളുടെ പിന്നിലുള്ളൂ. സന്തോഷം നിലനിർത്തുകയും മറ്റുള്ളവരെ വ്യസനിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പലരും സ്വന്തം സങ്കടങ്ങൾ മറച്ചുവെച്ചും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാതിരിക്കാൻ അവരോട് ഹൃദ്യമായി പെരുമാറിയുമൊക്കെ അങ്ങ് ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. സന്തോഷം നിലനിർത്തുമ്പോൾ അത് നമ്മുടെ ആയുസ്സിനും വർധന ഉണ്ടാക്കുമെന്നത് ഒരു സ്വാഭാവിക കാര്യം മാത്രമാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർചിന്തയ്ക്കായി ദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 22-ാം വാക്യം വായിക്കട്ടെ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഒരിക്കൽ വയോധികനായ ഒരു മനുഷ്യൻ റോഡ് മുറിച്ച് കടക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാഹനം ഇടിച്ച് അദ്ദേഹം ആസ്പത്രിയിൽ പ്രവേശിക്കപ്പെട്ടുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അത്ഭുതപ്പെട്ടുപോയി. മരിച്ച ആളിന്റെ ശ്വാസകോശങ്ങൾക്ക് ക്ഷയരോഗത്തിന്റെ ശക്തമായ മുറിപ്പാടുകൾ, ിൽ ഒട്ടാകെ മാരകമായ വ്രണങ്ങൾ, ഹൃദയവും കരളും ശോച്യാവസ്ഥയിലും. ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, അവരുടെ ഭർത്താവിന് എത്ര വയസ്സായി? 30 എന്ന മറുപടിക്ക് ശേഷം അവരിങ്ങനെ തുടർന്നു. പല കുഴപ്പങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം പേറിക്കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും അദ്ദേഹം പൊലിഞ്ഞു പോകേണ്ടതായിരുന്നു. ഇങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ശൈശവം മുതലേ രോഗാതുരമായ ശരീരവും പേറിയാണ് താൻ വളർന്നത്. പല സന്ദർഭങ്ങളിലും പരിശോധന നടത്തിയിരുന്ന ഡോക്ടർമാർ ഇദ്ദേഹത്തോട് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, താങ്കൾക്ക് ഇനി ഒരു 6 മാസത്തെ ആയുസ് കൂടിയേ ഉള്ളൂ. എന്നാൽ അവരുടെ വാക്കുകളെ ഒക്കെ തോൽപ്പിച്ചിട്ട് അദ്ദേഹം പിന്നെയും ജീവിതത്തിൽ ജൈത്രയാത്ര തുടർന്നു. ഇങ്ങനെ തുടർന്നു. അദ്ദേഹം ഒരു ധൈര്യശാലിയായിരുന്നു. ജീവിതത്തെ ഏറെ സ്നേഹിച്ചു. ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുട്ടുകുത്തി തീഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്ന് എന്നോട് പറയും, നാളെ രാവിലെ ഞാൻ കൂടുതൽ സുഖമുള്ളവനായി ഉണർന്നെഴുന്നേൽക്കും. എന്നാൽ പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. കൂടുതൽ അസ്വസ്ഥതകളോടെയാണ് അദ്ദേഹം പിന്നെയും പലപ്പോഴും ഉണർന്നത്. എന്നാലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസം കൈവിട്ടില്ല. ഒരിക്കലും അദ്ദേഹത്തിന് നിരാശനായി ഞാൻ കണ്ടിട്ടില്ല. അതാണ് അദ്ദേഹത്തെ ഇത്രത്തോളം നിലനിർത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളികളായ മിക്കവാറും എല്ലാവരും തന്നെ അറിയുന്ന ഒരു പേരാണ് ഫാദർ TJ ജോഷുവയുടേത്. മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിലെ ഇന്നത്തെ ചിന്താവിഷയം ദീർഘവർഷങ്ങൾ അദ്ദേഹമായിരുന്നു എഴുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഇങ്ങനെയാണ് താൻ വിവരിക്കുന്നത്. 2 പ്രാവശ്യം ക്യാൻസറിന്റെ കടന്നാക്രമണം, അംഗപ്രത്യംഗ ശസ്ത്രക്രിയ, ഓപ്പറേഷൻ ടേബിളിൽ കിടത്തി തന്നെ തൈലാഭിഷേക ശുശ്രൂഷ, അന്ത്യകൂതാശ എന്ന് തെറ്റായി വിളിക്കുന്ന ആളുകളുമുണ്ട്. അനേകരുടെ രക്തം പലപ്പോഴായി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ദുഃഖത പോലെയുള്ള രോഗങ്ങൾ. എന്നാൽ അവയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞത് കൃപയും അതോടൊപ്പം ഉയർത്തിപ്പിടിച്ച പ്രത്യാശയുടെ സ്വാധീനവുമാണ്. പ്രത്യാശ നമ്മിൽ പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. വിപരീത ഫലങ്ങളെയെല്ലാം അതിജീവിക്കാൻ അത് കരുത്തു പകരുന്നു. ജീവിതത്തിൽ ഏതൊരു വ്യക്തിയും പ്രത്യാശ മുറുകെ പിടിച്ച് ജീവിക്കുമെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിലും അനുകൂലമായി കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ദൈവത്തിൻ്റെ വലിയ ദാനമാണ് പ്രത്യാശ എന്നുള്ളത്. നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളുമാണ് നമ്മുടെ ആരോഗ്യത്തെ ഹനിക്കുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്നതെന്ന് എത്ര പേർക്കറിയാം. ഉത്തമ വിചാരങ്ങളും സന്മാർഗ ചിന്തകളും ആരോഗ്യം മെച്ചപ്പെടുത്തുമ്പോൾ നിഷേധാത്മക ചിന്തകളും അധമ വികാരങ്ങളും ശരീരത്തെ തളർത്തുകയേ ഉള്ളൂ. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്ന സംഘടന 1997 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്, ജീവിതത്തിൽ പ്രത്യാശ നശിച്ചവർക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാണ്. കടുത്ത നൈരാശ്യം ബാധിച്ചവരിൽ ത്തിൽ നിന്നുള്ള രക്തവാഹിനികളുടെ വെറും 4 വർഷം കൊണ്ട് 20% ചുരുങ്ങും. സ്തംഭനം തുടങ്ങിയ പല രോഗങ്ങൾക്കും നൈരാശ്യം കാരണമാകുമെന്നും തെളിഞ്ഞിട്ടുണ്ട്. വൈകാരിക സ്വസ്ഥതയും ശാരീരിക സൗഖ്യവും തമ്മിലുള്ള ബന്ധം ആധുനിക കണ്ടുപിടുത്തമൊന്നുമല്ല കേട്ടോ. ആണല്ലോ നമ്മളിന്ന് വായിച്ച കുറിവാക്യവും. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം തന്നെയാണ്. നിരാശ ബാധിച്ച ഏതൊരു മനുഷ്യനും ഇരുണ്ട വശങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഒന്നിലും വിശ്വാസമുള്ളവരായിരിക്കില്ല.
ഫലത്തെയും സംശയത്തോടു കൂടി മാത്രമേ വീക്ഷിക്കുകയുള്ളൂ. അതിൽ നിരാശയുടെ ബൈ പ്രോഡക്ട്സ് ആണ് സംശയവും അവിശ്വാസവും. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശ നിലനിർത്തുക. ജീവിതത്തിലെ ഏത് നിലയിലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, അടിക്കടി ഒന്നിനു പിറകെ പരാജയം തന്നെ നേരിടേണ്ടി വന്നാലും പ്രത്യാശ കൈവിടരുത്. ദൈവത്തിലുള്ള ആശ്രയം കൈവിടരുത്. പ്രാർത്ഥിക്കാൻ തുടങ്ങി വെച്ച വിഷയങ്ങൾ നിർത്തിക്കളയരുത്. തുടർമാനമായി പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുക. അതിനായി പ്രത്യാശിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ശുഭഭാവി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. പ്രത്യാശ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.